BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. അങ്കമാലി ഫെസ്റ്റ് 2025 ഒക്ടോബർ 17 മുതൽ അങ്കമാലി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അങ്കമാലി ഫെസ്റ്റ് 2025 ഒക്ടോബർ 17 മുതൽ നവംബർ 9 വരെ കിങ്ങിണി ഗ്രൌണ്ടിൽ നടക്കും. സംഗീതം, നൃത്തം, കലാപരിപാടികൾ, വാണിജ്യ സ്റ്റാളുകൾ, അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങിയവയോടെ മേളയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. വയോജനോത്സവ്, ഭിന്നശേഷി കലോത്സവം ഒക്ടോബർ 22-ന്, അംഗനവാടി കലോത്സവം ഒക്ടോബർ 23-ന് നടക്കും. അങ്കമാലിയെ ആഘോഷ നഗരമാക്കുവാനുള്ള നഗരസഭയുടെ വലിയ ശ്രമമാണ് ഫെസ്റ്റ് 2025. അങ്കമാലി നഗരസഭ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ നഗരസഭകൾക്കും പഞ്ചായത്തുകൾക്കും സർക്കാരിൻ്റെ തീരുമാനപ്രകാരം ഒക്ടോബർ 1 മുതൽ 31-നുള്ളിൽ കേരളോത്സവം, അതുപോലെ ഭിന്നശേഷി കലോത്സവം, വയോജന ഉത്സവം, അതുപോലെ അംഗൻവാടി കലോത്സവം, അങ്ങനെ എല്ലാ പരിപാടികളും നടത്തണം എന്നൊരു നിർദ്ദേശം ലഭിച്ചിരുന്നു. അപ്പോൾ ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലരുമായി ആലോചിച്ചു. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ സമയമില്ല എന്നുള്ളൊരു സമയപരിധി മൂലം അത് വേണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായി. അങ്ങനെ ഇവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും കൗൺസിലർമാരും LDFും BJPയും കോൺഗ്രസും എല്ലാവരും ആലോചിച്ച് കഴിഞ്ഞപ്പോൾ പലരും ചുരുക്കി നടത്തിയാൽ മതി എന്നൊരു നിർദ്ദേശമാണ് വന്നത്. പക്ഷേ പോൾ ജോബർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വളരെ ശക്തിയായി പറഞ്ഞു, അത് പോരാ, ഇതിൻ്റെ കൂടെ അങ്കമാലി ഫെസ്റ്റ് കൂടി നടപ്പാക്കണം എന്നൊരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചു. കാരണം 2000 പോലെ തന്നെ നമ്മുടെ ഭരണസമിതി നല്ല രീതിയിലൊരു അങ്കമാലി ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞ ഓർമ്മ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പോൾ ജോബർ അത് പറയുന്നതെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അന്വേഷിച്ചു. വിവിധ ആളുകളെ പോൾ ജോബറും ഞങ്ങളും എല്ലാം കോൺടാക്റ്റ് ചെയ്ത് അങ്ങനെ അങ്കമാലി ഫെസ്റ്റും കേരളോത്സവവും വയോജന ഉത്സവവും ഭിന്നശേഷി കലോത്സവവും കുടുംബശ്രീ അംഗൻവാടി കലോത്സവവും കുടുംബശ്രീ എല്ലാം കൂടി നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ അങ്കമാലി ഫെസ്റ്റിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ 20 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. 20 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിൽ റോബോട്ട്, അമ്യൂസ്മെൻറ്റ് പാർക്ക്, നിരവധി കാര്യങ്ങൾ ഫ്രീ ആയിട്ടും ഏകദേശം 40 സ്റ്റോളുകളും ആളുകൾക്കുണ്ട്. കുടുംബശ്രീക്കും നമുക്കൊരു സ്റ്റോൾ അതിനകത്ത് ഫ്രീ ആയിട്ടിടാൻ കഴിയും. അതേപോലെ തന്നെ എല്ലാ കലാപരിപാടികളും ഇതുപോലുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കിലുള്ള എല്ലാ ഉപകരണങ്ങളും, മരണക്കിണർ ഉൾപ്പെടെ നിരവധി ഇതുകളാണ് ഉള്ളത്. മുൻ ചെയർമാൻ ശ്രീ മാത്യു തോമസ്, മനോനാരായണൻ, പോൾ ജോബർ, സിനി ടീച്ചർ, ഷൈനി മാർട്ടിൻ, ജിത ഷിജോയ് എല്ലാവരും ഒത്തുചേർന്ന് ഈ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.